ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ, ഋതുഭേദങ്ങളും സമയവും എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതിൻ്റെ 2 പാർട്ട് എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഞാൻ അതങ്ങനെ തന്നെ പറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം SLC എക്സാമിനായിക്കോട്ടെ, ക്രിസ്മസ് എക്സാമിനായിക്കോട്ടെ, ഓണപരീക്ഷയ്ക്കായിക്കോട്ടെ, ഇതിൽ ഏത് എക്സാമിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെല്ലാം കൺഫേം ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ 3rd പാർട്ടിലെ ആ ഭാഗമാണ് നമ്മുടെ ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ കാര്യം നിങ്ങൾ പല ആളുകളും ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് തന്നെ ആലോചിക്കുന്നുണ്ടാവും, സാറേ ഇതിപ്പോൾ ഞങ്ങൾ എവിടുന്നൊക്കെയോ കുറേ കേട്ടു സാറേ, കേട്ട സമയത്ത് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ ടീച്ചേഴ്സ് പറയുന്നു സർ ഇത് ഭയങ്കര ഈസിയാണ് എന്നുള്ളത്. മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതേ ടൈം കാൽക്കുലേഷനാണ്. പക്ഷേ അതിലൊരു മാറ്റമുണ്ട്. ആക്ച്വലി ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു 8ഓളം മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടൈം കാണാൻ പറ്റും, സമയം കാണാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അതേ സമയം തന്നെയല്ല പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോപ്പ അമേരിക്കയുടെ കളിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കാണാവുന്നതാണ്. ലണ്ടനിൽ ഒരു ടൈം ആയിരിക്കും, UK ഒരു ടൈം ആയിരിക്കും, അമേരിക്കയിൽ മറ്റൊരു ടൈം ആയിരിക്കും, ഇന്ത്യയിൽ മറ്റൊരു ടൈമിലായിരിക്കും. എന്ന് വെച്ചാൽ ഓരോ രാജ്യത്തും ഒരേ സമയത്ത് ഡിഫറെൻറ്റ് ടൈമുകളാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഓരോ രാജ്യങ്ങളിലും ഡിഫറെൻ്റ് ആണ്. ആ ടൈമിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു 8 മെത്തേഡുകളുണ്ട്. ഈ 8 മെത്തേഡുകളിൽ നമ്മൾ ഒരു മെത്തേഡേ പഠിക്കുള്ളൂ. ഒറ്റ മെത്തേഡ് മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതിന് ശ്രദ്ധിക്കേണ്ട ആളുകൾ ആരാ അറിയോ? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാത്സ് നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. അവരാണിത് തെറ്റിക്കുക. അപ്പോൾ ചിലരുടെ മനസ്സിലൊക്കെ ഒരു സന്തോഷം വന്നിട്ടുണ്ടാവും, സാറേ എനിക്ക് മാത്സ് അത്രയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ അവസ്ഥ എന്താ? നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും. മാത്സ് നന്നായിട്ട് അറിയുന്നവരുണ്ടല്ലോ, അവിടെ വെട്ടി ഇവിടെ വെട്ടി ആകെ വെട്ടിയിട്ട് അലമ്പാക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കണേ. മറ്റുള്ള ആളുകൾക്കെല്ലാം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ഈ ടൈം കാൽക്കുലേഷൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ മക്കൾ റെഡിയാണോ? ഈ ടൈം കാൽക്കുലേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റൊട്ടേഷൻ, നമ്മുടെ ഒരു ഭ്രമണം കൊണ്ടാണ്, ഒരു ഭ്രമണം ആണ് ഒരു ദിവസം എന്ന് പറഞ്ഞ് 24 ഹവേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഭ്രമണം പൂർത്തീകരിക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 24 ഹവേഴ്സ് ആണ്, 24 മണിക്കൂറാണ്. 24 മണിക്കൂർ കൊണ്ടാണ് ഭൂമി ഒരു പ്രാവശ്യം ഇങ്ങനെ വട്ടം ചുറ്റുന്നത്. ഭൂമി ഒരു പ്രാവശ്യം വട്ടം ചുറ്റുന്നത്, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത്, ഭ്രമണം ചെയ്യുന്നത് 24 മണിക്കൂറാണ്. അത് നമുക്കറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഒരു ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ചുറ്റുന്നതിന് മേലെ ഭൂമിയുടെ കറക്റ്റ് നമ്മുടെ ഡിഗ്രി എത്രയാ? 360 ഡിഗ്രിയാണ് അല്ലേ? ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 360 ഡിഗ്രിയാണ്. അപ്പം 360 ഡിഗ്രി കൊണ്ടാണ് 24 മണിക്കൂർ അല്ലേ? 360 ഡിഗ്രി ചുറ്റാൻ വേണ്ട സമയമാണ് 24 മണിക്കൂർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെന്ത് ചെയ്താൽ മതി? 24 × 40 60 ചെയ്ത് നോക്കിയാൽ മതി. ഒരു മണിക്കൂർ പറഞ്ഞാൽ 60 മിനിറ്റാ. 24 × 60 എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റ് എന്ന് കിട്ടും. 1440 മിനിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? 360 ഡിഗ്രി ഭൂമി തിരിയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 360 ഡിഗ്രി ഭൂമി തിരിയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 1440 മിനിറ്റ് ആണ്. അതാണല്ലോ പറഞ്ഞത്. 1440 മിനിറ്റ് കൊണ്ടാണ് ഭൂമി ഒരു പ്രാവശ്യം മുഴുവനായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഭൂമി മൂവ് ചെയ്യാൻ, എർത്ത് മൂവ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയം എത്രയെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? 1440 ഡിവൈഡഡ് ബൈ 360 ചെയ്ത് നോക്കിയാൽ പോരെ. അപ്പൊ നമുക്ക് കിട്ടും 4 360 1440. The balance is 0. That means that here we should be get the answer, that is a 4. എന്ന് വെച്ചാൽ 4 മിനിറ്റ് കൊണ്ടാണ് ഭൂമി ഒരു പ്രാവശ്യമല്ല 1 ഡിഗ്രി മൂവ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്. ഈ പോയിന്റാണ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ള ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. 1 ഡിഗ്രി എർത്ത് മൂവ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയം എത്രയാ? കമന്റ് ബോക്സിൽ ആ പവർ അങ്ങോട്ട് കാണിച്ചു കൊടുത്താ. 4 മിനിറ്റ് ആണ് 1 ഡിഗ്രി മൂവ് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ്. ഇതൊരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. ഇനി 1 ഡിഗ്രി എന്ന് കേട്ടോ നമ്മൾ അപ്പം പഠിച്ചു വെക്കും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓർമ്മയിൽ വരും ഏതാണ്? അത് 4 മിനിറ്റ് ആണ്. 1 ഡിഗ്രി മൂവ് ചെയ്യാൻ വേണ്ട സമയം 4 മിനിറ്റ്. ഒന്നാമത്തെ കാര്യം പഠിച്ചു. രണ്ടാമതായിട്ട് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കാണിച്ചു തരുന്നതിന് മുമ്പ് ഞാനിതാ. രണ്ടാമതായിട്ട് നമ്മൾ നമ്പർ ലൈൻ പഠിച്ചുകൊണ്ടോടാ മക്കളെ. നമ്പർ ലൈന്
നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ LKG പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സാധനം നമ്പർ ലൈൻ എന്താണെന്നുള്ളത്. നമ്മൾ നമ്പർ ലൈൻ എങ്ങനെ എഴുതാം? 0 1 2 3 4 അറിയാലോ. ഇപ്പുറത്തേക്കാണെങ്കിലോ -1 -2 -3 -4 ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. എന്ന് വെച്ചാൽ ഇതാണ് ആക്ച്വലി നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഈ സൈഡിനെ നമുക്ക് ഈസ്റ്റ് എന്ന് പറഞ്ഞൂടെ, അഥവാ കിഴക്ക് എന്ന് പറഞ്ഞൂടെ? പറയാലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നമുക്ക് എന്ത് വിളിക്കാം? വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് എന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയുന്നതിന് വലിയ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ സൈഡ് ഈസ്റ്റ് ആണ്, ഈ സൈഡ് വെസ്റ്റ് ആണ്. ഈ 0ന്റെ അവിടെ നമ്മളൊരു ലൈൻ അങ്ങോട്ട് വരക്കാണ്. ഇതാ കറക്റ്റ് 0 അവിടെ നിങ്ങൾ വിചാരിച്ചാണ് കേട്ടോ. കറക്റ്റ് ഏകദേശം ആണല്ലോ. ഞാൻ വരച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയതാ, ചെറുതായിട്ട് തിരിഞ്ഞു പോയതാ. സോ നമ്മൾ ഈ 0ന്റെ അവിടെ നമ്മൾ ലൈൻ എന്ത് ചെയ്യുന്നു? വരക്കുന്നു. ഈ ലൈനിന് നമ്മൾ പേര് കൊടുക്കുന്നു ഗ്രീൻവിച്ച് മീൻ ലൈൻ, അഥവാ ഇവിടുത്തെ സമയത്ത് നമ്മൾ വിളിക്കുക ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന. അതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ അടുത്ത സെഷനുകളിലൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്കസ് ചെയ്യണം. ലോക്കൽ ടൈം, സ്റ്റാൻഡേർഡ് ടൈം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട്. അത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ നിങ്ങൾ പഠിച്ചു നോക്കുക, 0യിലെ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേര് GMT, ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന. ഇവിടെ നിന്ന് ഈസ്റ്റിലേക്ക് പോകും തോറും എന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് പോകും തോറും സമയം നമ്മൾ പ്ലസ് കൂട്ടണം. കാരണം 1 2 3 കൂട്ടിയിട്ടല്ലേ പോകുന്നത്. വെസ്റ്റിലോട്ട് പടിഞ്ഞാറോട്ടാണെങ്കിൽ നമ്മൾ കുറക്കണം. പടിഞ്ഞാറോട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. കിഴക്കോട്ടാണെങ്കിൽ കൂട്ടണം, പടിഞ്ഞാറോട്ടാണെങ്കിൽ കുറക്കണം. ഇത് പഠിക്കാൻ വേണ്ടി ഏത് ആലോചിച്ച് നോക്കിയാൽ മതി? നമ്പർ ലൈൻ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്പർ ലൈൻ്റെ ഈസ്റ്റ് സൈഡ് കൂട്ടല്ലേ, വെസ്റ്റ് സൈഡ് കുറയ്ക്കല്ലേ, കിഴക്ക് ഭാഗം കൂട്ടല്ലേ, പടിഞ്ഞാറ് ഭാഗം കുറയ്ക്കല്ലേ? അത് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റുകൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ പോയിന്റുകൾ മനസ്സിലുണ്ടെങ്കിൽ ബാക്കി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 1 ഡിഗ്രി മൂവ് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ്. അതേസമയം ഈസ്റ്റിലോട്ടായാൽ അഥവാ കിഴക്കോട്ടാണെങ്കിൽ അത് സമയം കൂട്ടണം. അതേസമയം വെസ്റ്റിലോട്ടാണ്, പടിഞ്ഞാറോട്ടാണ് നിന്റെ സമയം കുറയ്ക്കണം. ഈ പോയിന്റുകൾ എൻ്റെ മക്കളെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ ഇത് എളുപ്പമാണ്. ഇതാണ് ആകെ പഠിച്ചേക്കാനുള്ള പോയിന്റ്. ഈ 3 പോയിന്റ് മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എക്സാമിനേഷൻ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക അറിയോ? ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവാ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവാ, when the Greenwich mean time is GMT, when the Greenwich mean time is 4 PM, 4 മണി PM ആണെന്നുണ്ടെങ്കിൽ find out the time of 90 degree ഈസ്റ്റ്, അഥവാ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഞാൻ ഇവിടെ എഴുതി വെക്കുന്നു കിഴക്ക്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക. ഈസ്റ്റിന്റെ സമയം കാണാൻ നമ്മളോട് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാ അറിയോ? ഇവിടെ ശ്രദ്ധിച്ചു നിന്നോ, ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല എൻ്റെ മക്കൾക്ക്. ശ്രദ്ധിച്ചു നിന്നോ. ആൻസർ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ഇത് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് എഴുതുന്നു 90 ഡിഗ്രി ഈസ്റ്റ് അഥവാ കിഴക്ക് എന്നെടുത്ത് എഴുതുന്നു. മലയാളക്കാർ മലയാളത്തിലും ഇംഗ്ലീഷും മാത്രം എഴുതിയാൽ മതി കേട്ടോ. കിഴക്ക് നമ്മൾ എടുത്ത് എഴുതുന്നു, എന്നിട്ട് നമ്മൾ സമട്ട് കൊടുക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഇത് ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ റെക്കഗ്നൈസ് ചെയ്യാം. കിഴക്ക പടിഞ്ഞാറാ നോക്കുക. ഏതാ? കിഴക്കോട്ടാവുന്ന സമയത്ത്, ഈസ്റ്റിലേക്ക് ആവുന്ന സമയത്ത് നമ്മുടെ നിയമം എന്താണ്? പ്ലസ് കൂട്ടണം. ആ ചിഹ്നം അവിടെ ഇട്ട് വെക്കുക. പിന്നെ മറന്നു പോകാതെക്കാനാ ആ ചിഹ്നം അവിടെ ഇട്ട് വെക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ഡിഗ്രി സൂര്യൻ മൂവ് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 4 മിനിറ്റാ. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ്. അപ്പം 2 ഡിഗ്രിക്കോ 8 മിനിറ്റ്, 3 ഡിഗ്രിക്കോ 12 മിനിറ്റ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിക്കോ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കാൻ പറ്റുമോ? 4 8 12 16 20 എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 90 ഡിഗ്രിക്ക് എത്ര സമയം മാറ്റുണ്ടെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്ത് നോക്കിയാൽ മതി? ഇവിടെ നമ്മൾ അങ്ങോട്ട് എഴുതുന്നു 90 × 4. ഏത് സംഖ്യയാണോ, ഏത് ഡിഗ്രി ആണോ നമുക്കുള്ളത് ആ നമ്പറുമായിട്ട് എന്ത് ചെയ്യാം? 4 അങ്ങോട്ട് ഗുണിച്ചാൽ മതി. നമ്മൾ എഴുതുന്നു 0 അല്ലേ? 4 × 0 0. 9 × 4 എത്രയാ? 1836 അഥവാ 360. നമുക്ക് കിട്ടി 360. അത് നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നു +360 മിനിറ്റ്, +360 മിനിറ്റ് എന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞ കാര്യം എന്താ? 4 മണിയുടെ കൂടെ 360 മിനിറ്റ് കൂട്ടിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതാ പറഞ്ഞത്.
4 മണിയുടെ കൂടെ 360 മിനിറ്റ് കൂട്ടിയാൽ ഉത്തരം കിട്ടും. അപ്പം 4 മണിയുടെ കൂടെ 4-1 4-2 4-3 4-4 4-5 6 360 ഡിഗ്രി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയും നമ്മുടെ കാലും ബാപ്പാൻ്റെ കൈയും ബാപ്പാൻ്റെ കാലും ഉമ്മാൻ്റെ കൈയും ഉമ്മാൻ്റെ കാലൊക്കെ എടുത്തോണ്ടല്ലേ നാട്ടുകാർ മുഴുവൻ എടുത്തോന്നാലും ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ നിൽക്കും. ഈ 360 എവിടുന്ന് വരുന്നു എന്നല്ലേ. അതുകൊണ്ട് തന്നെ അതിന് എളുപ്പപ്പണിയുണ്ട്. അതിനിവിടെ എളുപ്പപ്പണിയുണ്ട്. അതിന് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഈ 360നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനെ മണിക്കൂറിലേക്ക് മാറ്റുന്നു. 60-നായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റാണ്. മണിക്കൂറിലേക്ക് മാറ്റാൻ 60-നായിട്ട് ഹരിച്ചാൽ മാത്രം മതി. 360-ൽ എത്ര 60 ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള പണി എന്താ അറിയോ? 36 എത്ര 6 നോക്കിയാൽ മതി. 36 എത്ര 5 6 30 6 6 36 ഇവിടെ ഇടുന്നു 6 36 6 × 60 ആകുമ്പോൾ 360 ബാലൻസ് 0 മതി. കഴിഞ്ഞു, ഉത്തരായി. കഴിഞ്ഞു, നമ്മളിവിടെ ഉത്തരായി എന്ന് വെച്ചാൽ നമ്മളിവിടെ എഴുതി വെക്കുന്നു. ഈ ഇതുപോലെ ഇടുന്നു, പ്ലസ് ഇതുപോലെ ഇങ്ങോട്ട് ഇടുന്നു. 360 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം 6 മണിക്കൂറാണ്. 360 മിനിറ്റ് കാരണം അത്രയാ 6 മണിക്കൂറാണ് കൃത്യമായിട്ട് നമുക്ക് കിട്ടി. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. നിങ്ങളെല്ലാവരും എന്താ ചെയ്യുന്നറിയോ? ഇനിയുള്ള സ്റ്റെപ്പ് എളുപ്പമാകുമ്പോൾ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യരുത്. കാരണം തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഒരു ലൈൻ വരക്കുന്നു. നമ്പർ ലൈൻ വരക്കുന്നു. നമ്മൾ ഇതിന് നമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നു. അതാണ് ഒന്നാമത്തേത് 0. എത്ര മണിക്കൂറാ കൂട്ടാനുള്ളത്? 6 മണിക്കൂറാ. 1 2 3 4 5 6 മണിക്കൂർ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 6 ഇവിടെ എഴുതി വെച്ചു. 6 മണിക്കൂറാ കൂട്ടാനുള്ളത്. 0-ലെ സമയം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ സമയമാണ് ഇത് 4 PM 4 PM ആണല്ലോ. 4 മണിയുടെ കൂടെ 1 മണിക്കൂർ കൂട്ടി എത്രയാ? 5. ഒന്നും കൂടെ കൂട്ടി 6. ഒന്നും കൂടെ കൂട്ടി 7. ഒന്നും കൂടെ 8 9 10 എന്ന് വെച്ചാൽ ആൻസർ നമുക്ക് കിട്ടി 10 മണിയാണ്. ഇത് മാത്രം എഴുതിച്ചാൽ പകുതി മാർക്ക് കിട്ടും, ഫുള്ള് കിട്ടൂല. ഇനി ഒരാളിവിടെ എഴുതിയേക്കാണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ആളുണ്ട്. അയാൾ ആരാധറിയോ? AM ആണോ PM ആണോ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. AM PM നോക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇവിടെ ഉണ്ട്. എന്താ നോക്കേണ്ടത് അറിയോ? AM PM അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ എഴുതിയ ഭാഗത്ത്, ഈ മുകളിൽ നമ്മൾ വെള്ള കളറിൽ എഴുതിയില്ലേ, ഈ എഴുതിയ ഭാഗത്ത് എവിടെയെങ്കിലും 12 വന്നിട്ടുണ്ടാകും നോക്കുക. 12 വന്നിക്കണോ? 12 വന്നാൽ ചോദ്യത്തിൽ AM ആണെങ്കിൽ ഉത്തരത്തിൽ PM ആവും, ചോദ്യത്തിൽ PM ആണെങ്കിൽ ഉത്തരത്തിൽ AM ആവും. ഇവിടെ 12 വന്നിട്ടുണ്ടാ? ഇല്ല, 12 വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോദ്യത്തിൽ ഏതാണോ അത് തന്നെ ഇട്ട് കൊടുക്കുക. 12 വരാത്തത് കൊണ്ട് തന്നെ ചോദ്യത്തിൽ PM ആണ്, ഉത്തരത്തിൽ ആരെന്നെ PM. സോ ദ ആൻസർ ഈസ് ക്ലിയർ. ആൻസർ ക്ലിയർ. അപ്പം നിങ്ങൾ ആലോചിക്കും, സാറേ ഒരു ചോദ്യം കൂടെ നിങ്ങൾ ചെയ്തു തന്നാൽ ഒന്നും കൂടെ ഞങ്ങൾക്ക് രസമാവും. ഒരു ചോദ്യം കൂടെ ഞാൻ ചെയ്തുതരൂടാ. നിങ്ങൾ മനസ്സ് കാണുന്ന ഞാൻ ഇവിടെ മാനത്ത് കാണൂലേ? ഒരു ചോദ്യം കൂടെ ഞാനിത് അവിടെ ചെയ്യുന്നു. നമ്മളോട് അടുത്ത ചോദ്യം വരുന്നു. വെൻ ദ ഗ്രീൻവിച്ച് മീൻ ടൈം ഈസ് 10 PM 10 മണി PM ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞത് എത്രയെന്ന് വെച്ചാൽ 100 ഡിഗ്രി ഈസ്റ്റേൺ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെസ്റ്റിലേക്ക് പോവാം. കിഴക്കിൻ്റെ സമയം കാണാനാ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ മക്കളെ? കമൻറ്റ് ചെയ്തോട്ടാ. നിങ്ങളെ പവർഫുൾ നിങ്ങൾ തന്നെ മനസ്സിൽ ചെയ്തോളി. ഞാൻ കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതി വെക്കുന്നു 100 ഡിഗ്രി ഈസ്റ്റ്. അതിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നു, ഇവിടെ ഇടുന്നു പ്ലസ്. ആദ്യത്തെ കാര്യം നമ്മൾ ഇട്ടുന്നത് പ്ലസ് ആണ്, കാരണം കൂട്ടാനാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈസ്റ്റ് ആണ്, കിഴക്കാണെന്ന് മനസ്സിലായി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് ഇവിടെ ചെയ്യുന്നു 100 ഗുണിക്കണം 4 400. ഇവിടെ എഴുതി വെക്കുന്നു 400 മിനിറ്റ്. 400 മിനിറ്റ് എന്ന് എഴുതി വെക്കുന്നു. കഴിഞ്ഞോ? ഇല്ല. 400 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് നോക്കണം. ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മാത്സ് ഏറ്റവും അറിയുന്നത് നന്നായിട്ട് നോക്കിക്കോ. അവിടെ തെറ്റും. 400 ഹരിക്കണം 60. ഓക്കെ. 5 6 30 6 6 36 7 6 42 42 എത്തുമോ? ഇല്ല. 420 എത്തണം, എത്തൂല. അപ്പൊ 6 6 ഇവിടെ 6 ഇടുന്നു. 6 6 36 360 ബാലൻസ് 40. ഇവിടെ ശ്രദ്ധിക്കടാ. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യല്? സാധാരണ ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ സാധാരണ ചെയ്യുക, പോയിന്റ് ഇട്ടിട്ട് ചെയ്യും. ചെയ്യരുത്, തെറ്റും. അതുകൊണ്ട് മാത്സ് അറിയുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തന്നെ. ബാക്കിയുള്ളവർക്ക് അത് അറിയണ്ടാവില്ലല്ലോ. അറിയാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എൻ്റെ മാതിരി ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾ ഇത്ര മാത്രം ചെയ്തേക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം ചെയ്തേക്കുക. എന്ന് വെച്ചാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? 400 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ്, മുകളിലത്തെ പ്ലസ് താഴേക്ക് ഇറക്കി എഴുതുന്നു, മുകളിലുള്ള 6 എഴുതുന്നു. 400 മിനിറ്റ് പറഞ്ഞാൽ 6 അവറും കഴിഞ്ഞിട്ടില്ല. എത്ര മിനിറ്റാ? ഏറ്റവും ബാലൻസ് വരുന്ന താഴെയുള്ളത് ഇങ്ങോട്ട് എഴുതിയേക്ക 40 മിനിറ്റുമാണ്. എന്ന് വെച്ചാൽ 10 മണിയുടെ കൂടെ
6 മണിക്കൂറും 40 മിനിറ്റും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 100 ഡിഗ്രി ഈസ്റ്റിലെ സമയം കിട്ടും. അതാണ് നമ്മളോട് പറഞ്ഞത്. 10 മണിയുടെ കൂടെ 6 മണിക്കൂറും 40 മിനിറ്റും കൂട്ടണം. അതിനാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ എന്താ ചെയ്യാനുള്ളത്? നേരെ നമ്മൾ വരക്കുന്നു നമ്പർ ലൈൻ. ഈ നമ്പർ ലൈൻ ഇമ്പോർട്ടൻ്റാ അല്ലേ? ഇമ്പോർട്ടൻ്റാ. നമ്മൾ ഇവിടെ എഴുതുന്നു 0. എത്ര മണിക്കൂറാ കൂട്ടാനുള്ളത്? 6 മണിക്കൂറാ. അതുകൊണ്ട് തന്നെ 1 2 3 4 5 6. 0 സമയം എത്രയാ? അവിടെ തന്നിട്ടുണ്ട് 10 മണി. GMT എന്ന് പറഞ്ഞാൽ 0 സമയ 10 മണി PM. 1 മണിക്കൂർ കൂട്ടി 11, ഒന്നും കൂടെ കൂട്ടി 12, ഒന്നും കൂടെ കൂട്ടി 13 ആണോ? അല്ല, 1. ഒന്നും കൂടെ 2 3 4. 4 മണിയാണോ ഉത്തരം? അല്ല, തെറ്റാ. 4 മണി എന്ന് എഴുതിയാൽ തെറ്റാ. കാരണം നമ്മൾ 10 മണിയുടെ കൂടെ 6 മണിക്കൂർ കൂട്ടിയപ്പോൾ 4 മണി കിട്ടി. 6 മണിക്കൂറാണോ കൂട്ടാൻ പറഞ്ഞത്? അല്ല, 6 മണിക്കൂറും 40 മിനിറ്റും കൂട്ടാനുണ്ട്. സോ നമ്മൾ ചെയ്യുന്നു ഇതിന്റെ കൂടെ 40 മിനിറ്റും കൂടെ കൂട്ടുന്നു. 4 മണിയുടെ കൂടെ 40 മിനിറ്റ് കൂട്ടി എത്രയാ? 4:40. ഇനി ഇത് AM ആണോ PM ആണോ നോക്കണം. അതടുത്ത പ്രശ്നം. AM PM നോക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട്, ഈ മുകളിൽ എഴുതിയ ഭാഗത്ത് എവിടെയെങ്കിലും 12 വന്നിട്ടുണ്ടോ നോക്കണം. 12 വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇതാ ഈ നിൽക്കുന്നത് 12 അല്ലേ? അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ PM ആണ്. ആൻസർ 6 ആയിട്ട് മാറി, 7 ആയിട്ട് മാറി. സോ അതാണ് 4:40 AM. അതാണ് കൃത്യമായ ഉത്തരം. സിമ്പിൾ അല്ലേ? സാറേ, അങ്ങനെയാണ് ഈ വെസ്റ്റിൽ ഒരു ചോദ്യം ഞങ്ങൾക്ക് ചെയ്തു തരും മക്കളെ. ഞാൻ നിങ്ങൾക്കല്ലേ വേണ്ടിയിട്ടല്ലേ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അടുത്തത് വെസ്റ്റിലെ ചോദ്യം നോക്കാം. വെസ്റ്റിലെ ചോദ്യം എങ്ങനെ വരുന്നത് വിചാരിക്കാം. വെൻ ദ GMT ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് ഒരു ഏകദേശം 2 PM ആണെന്ന് വിചാരിക്കാം. ഉച്ചയ്ക്ക് 2 മണിയാണെന്ന് വിചാരിച്ചോ. നമ്മളോട് ചോദിച്ച സമയം എന്ന് പറയുന്ന 110 ഡിഗ്രി വെസ്റ്റിൽ അഥവാ പടിഞ്ഞാറിലെ സമയം ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതി വെക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുന്നു 110 ഡിഗ്രി വെസ്റ്റ് അഥവാ നമ്മൾ മൈനസ്. ചിഹ്നിട്ടൊക്കെ മൈനസ്. കാരണം വെസ്റ്റ് ആണ്, പടിഞ്ഞാറാണ് കുറക്കാൻ വേണ്ടത്. അടുത്ത സ്റ്റെപ്പ് സെയിം തന്നെയാ. 110 ഗുണിക്കണം 4 440. അതിവിടെ ഇതുപോലെ എഴുതി വെക്കുന്നു 440 മിനിറ്റ്. 440 മിനിറ്റ്. ഇനി മലയാളീസിന് ഞാൻ മെയിൻ എഴുതിയില്ല എന്ന് പറയേണ്ടത്. അതുകൊണ്ടാണ് 440 മിനിറ്റ് കൂട്ടിയാൽ കുറച്ചാൽ നമുക്ക് സമയം കിട്ടും ഇല്ലേ? 440 മിനിറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത് ചെയ്യുന്നു 440 മിനിറ്റ് എത്ര മണിക്കൂറാണ് നോക്കണം. 440 ഹരിക്കണം 60 അല്ലേ? 5 6 30, 6 6 36, 7 6 42, 8 6 48 എത്തുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ 7 6 42, 420, ബാലൻസ് 20 കഴിഞ്ഞു. ഇതിനപ്പുറം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ചെയ്യാൻ പാടില്ല. ഇതോടുകൂടെ അവിടെ നമ്മൾ നിർത്തിയേക്കണം. നമ്മൾ എഴുതി വെക്കുന്നു, ഇവിടെ എഴുതി വെക്കുന്നു -7 hour 40 അല്ലേ? ഇവിടെ 20 അല്ലേ ഉള്ളത്? 20 മിനിറ്റ് നമ്മൾ എഴുതി വെക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്പർ ലൈൻ വരയ്ക്കാൻ വേണ്ടത്. നമ്പർ ലൈൻ നമ്മൾ വരച്ചു. നമ്പർ ലൈൻ വരച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മൾ മൈനസ് കുറക്കാൻ, അതുകൊണ്ട് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. 0 -1 -2 -3 -4 -5 -6 -7. 0 സമയം എത്രയാ തന്നിട്ടുള്ള സാധനമാ? 2 PM. 1 കുറച്ചു. 2 മണിന്ന് 1 കുറച്ചു. 1 ഒന്നും കൂടെ കുറച്ചു. 12, ഒന്നും കൂടെ 11, ഒന്നും കൂടെ 10, 9, 8, 7 ആണോ ഉത്തരം? ആണോ? അല്ല, തെറ്റാ. 7 എന്ന് പറഞ്ഞാൽ തെറ്റാ. അപ്പൊ ചിലരായിരിക്കും സാറേ ഞങ്ങൾക്കറിയാം 7:20 അല്ലേ? അതും തെറ്റാ. 7:20 അല്ല. അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് മക്കളെ. ഇവിടെ നോക്കിക്കോടാ. 2 മണിയിൽ നിന്ന് 7 മണിക്കൂർ കുറച്ചപ്പോൾ 7 മണി കിട്ടി. അല്ല, 7 മണിക്കൂറും 20 മിനിറ്റും കുറക്കാനുണ്ട്. എന്ന് വെച്ചാൽ 7 മണിയിൽ നിന്ന് 20 മിനിറ്റ് കുറച്ചാൽ എത്രയാടാ? 6:40 അല്ലേ? 7 മണിൻ്റെ 20 മിനിറ്റ് ബാക്കിൽ പറഞ്ഞാൽ 6:40 അല്ലേ? രാവിലെ 7 മണിക്ക് നീക്കാൻ വേണ്ടി നമ്മൾ 20 മിനിറ്റ് നേരത്തെ നമ്മൾ അലാറം വെച്ചു. 7:20 നീക്കുക. അല്ല, 6:40 നമ്മൾ എണീക്കാം. 6:40. ഇനി ഇത് AM ആണോ PM ആണോ നോക്കണം. അതിന് ആരെ നോക്കേണ്ടത്? 12 ഉണ്ടോന്നാണ്. 12 ഉണ്ടോ? ഉണ്ട്. 12 ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യത്തിൽ PM ആണ്, ഉത്തരത്തിൽ ആരായി മാറുന്നു? AM ആയിട്ട് മാറുന്നു. സോ ഇത്രയേ ഉള്ളൂ മക്കളെ. സിമ്പിളാ.
ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സാവധാനത്തിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ്. സ്കൂളൊക്കെ പല മെത്തേഡുകൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ അങ്ങനെ ഇത് മനസ്സിലായിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് 1 AM ആണെന്നുണ്ടെങ്കിൽ 2 ചോദ്യങ്ങൾ ഞാൻ തരാം. ഒന്ന് ഈസ്റ്റിലെയും ഒന്ന് വെസ്റ്റിലെയും ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം തരാൻ പറഞ്ഞല്ലോ അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 70 ഡിഗ്രി ഈസ്റ്റിലെ അഥവാ കിഴക്കിലെ സമയം എത്ര? ഒന്നാമത്തെ ചോദ്യം എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 120 ഡിഗ്രി വെസ്റ്റിലെ അഥവാ പടിഞ്ഞാറിലെ സമയം എത്ര? രണ്ടിടത്തെയും GMT എന്ന് പറയുന്ന ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് 1 മണിയാണ്. സിമ്പിളാണ്. സോ ഈ രണ്ടെണ്ണത്തിൻ്റെ ഉത്തരം എൻ്റെ മക്കളെ ഇപ്പം തന്നെ ഒന്ന് ചെയ്തു നോക്കുക. അടിപൊളിയായിട്ട് ടൈം കാൽക്കുലേഷൻ മനസ്സിലായോ? ഇനി ടൈം കാൽക്കുലേഷൻ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. അതാ പറഞ്ഞത്, നിങ്ങളോട് ഞങ്ങൾ പറയുന്നല്ലോ, സൈലത്തിൻ്റെ ക്ലാസ്സിലേക്ക് ഇങ്ങോട്ട് പോരടാ. നിങ്ങൾക്ക് ഏത് സംശയമുള്ള ഭാഗമായിക്കോട്ടെ, എത്ര ടഫുള്ള ഭാഗമായിക്കോട്ടെ, ഇങ്ങനെ സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ തരും. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ടാറ്റാ ബൈ ബൈ, സീ യു ഓൾ.